എൻ്റെ പേര് നിക്സൺ എന്നാണ്, നിക്സൺ കല്ലറിക്കൽ. ഇത് എൻ്റെ ഭാര്യ ധന്യ എന്നാണ്. ഞങ്ങൾക്ക് 5 മക്കളാണ്. ഞാൻ SBI ഇരിങ്ങാലക്കുട ടൗൺ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ GNM നഴ്സാണ്. ഞങ്ങൾ ചാലക്കുടി ഫൊറോനയിലെ കാലുവരുകുന്ന വ്യാകുലമാത ഇടവക അംഗമാണ്. ഞങ്ങൾക്ക് ആദ്യത്തെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. മൂത്തവള് സേറ, രണ്ടാമത്തെ ആള് നോറ, മൂന്നാമത്തെ ആള് എസ്ര. 4ാമത്തെ ആള് ആൺകുട്ടി തന്നെയാണ്, ഹാരോൺ എന്നാണ്. 5ാമത്തെ ആളും അഷ്റോൺ എന്നാണ് പേര്. മൂത്ത മകൾ സേറ. ആദ്യത്തെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൊണ്ടും ഒരു എളുപ്പമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓരോ വയസ്സ് വ്യത്യാസമുള്ളൂ കുട്ടികൾ തമ്മിൽ, 5 പേരും തമ്മിൽ. 5ാമത്തെ ആൾ മാത്രമാണ് കുറച്ച് ഗ്യാപ്പുള്ളത്. അതുകൊണ്ട് തന്നെ സേറ അവൾക്ക് 1 വയസ്സാവണതിന് മുമ്പ് തന്നെ നല്ല പക്വതയുള്ള ഒരു കുട്ടിയായിട്ടാണ് ആ സമയത്തൊക്കെ അവള് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന പേര് സേറ എന്നാണ്. എല്ലാത്തിനും നമ്മൾ ആദ്യം വിളിക്കുന്നത് സേറ. എന്നുവെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത് അവളാണ്. അവള് പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും വളരെ മുന്നിലാണ് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഡാൻസിനായാലും പാട്ടിനായാലും ഇനിയിപ്പോൾ പള്ളിയിലെ എന്തൊരു കാര്യത്തിനായാലും കാറ്റീസത്തിനായാലും, ഇപ്പം ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ സ്ഥിരമായിട്ട് പോകുന്നതാണ്. അവിടെ ആയാലും എല്ലാത്തിലും നല്ലൊരു എന്താ പറയുക കഴിവും ഒക്കെ ഉള്ള ഒരു മകളായിട്ടാണ്. അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിലും നല്ല അടിയുറച്ച ഉള്ള താല്പര്യവും, സ്ഥിരമായിട്ട് പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാം കൊണ്ടും അവള് ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. രണ്ടാമത്തെ ആള് നോറ. നോറ ഉണ്ടായിരുന്ന സമയത്തും അവളും ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണ കണ്ടിട്ടാണ് അവളും അത് കണ്ടുപഠിച്ചത്. പിന്നെ ആളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു രാവിലെ ഇപ്പം നമ്മൾ എണീക്കും, എല്ലാ ദിവസവും അവർ മുടങ്ങാതെ പള്ളിയിൽ പോകും. ഇപ്പം മഴയായാലും മഞ്ഞാണെങ്കിലും എന്തായാലും രാവിലെ 5:30-5:45 അവരെല്ലാവരും എണീറ്റ് പള്ളിയിൽ പോകും. അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇത്തിരി മടി കാണിച്ച് കിടന്നാൽ പോലും നോറ പെട്ടെന്ന് എണീറ്റ്, പിന്നെ നമുക്ക് അവളെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവള് തന്നെ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. ബ്രഷ് ചെയ്യലും എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് താഴെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവളുടെ സാധനങ്ങൾ സൂക്ഷിക്കണ കാര്യം എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യണ കുട്ടിയാ നോറ. എല്ലാതും നല്ല സ്പീഡാണ്, ഫാസ്റ്റാണ്, ഒപ്പം തന്നെ വൃത്തിയായിട്ട് ചെയ്യും. എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും പെട്ടെന്ന് തീർക്കണം. ഇപ്പം ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ വീട്ടിൽ ആരോടായാലും ഒന്ന് സംസാരിച്ച് അവരെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് ഒക്കെ കൂടുതൽ നോറയ്ക്കാണ്. മൂന്നാമത്തെ ആള് എസ്ര. അവളും ചേച്ചിമാരെ പോലെ തന്നെ മിടുക്കിയാണ്. അവള് കുറച്ച് ഇന്റലിജന്റ് ആണ്. അപ്പം നമ്മൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇപ്പം പഠിക്കണ കാര്യത്തിലായാലും ഇപ്പോൾ വചനമൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കും അവള്. അപ്പം നമ്മൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞ പാട്ടുകളായാലും എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. എന്ത് ചോദിച്ചാലും ആൻസർ ഉണ്ട് ആളുടെ കയ്യിൽ. 3 പേരും നല്ല ഇൻവോൾവ്മെന്റിൽ തന്നെ നമ്മളോട് കൂടെ കളിക്കും. ഇനിയിപ്പോൾ താഴെയുള്ള മോൻ കുറച്ചൊരു ഇതായാൽ പോലും എസ്ര മോള് അവനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ അവനെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാൻ ഒക്കെ നോക്കുന്ന ഒരു പ്രകൃതമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവൾക്ക് കരാട്ടെ, ഡാൻസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പരമാവധി ഇങ്ങനെ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഏർപ്പെടുത്തുകയും ചെയ്യും അവരെ. 4ാമത്തെ ഞങ്ങൾക്ക് ഒരു മകനാണ്. ഞങ്ങളത് 3 പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം അത്യാവശ്യം നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് 4ാമത്തെ മകനായിട്ട് ആണ് ജനിച്ചത്. അവൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അവൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി. ഹാരോൺ ഞങ്ങൾക്ക് 4ാമത്തെ മകനാണ്, ഒപ്പം ആദ്യത്തെ ആൺകുട്ടിയാണ്. അപ്പം ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലും ഒക്കെയാണ് ആയിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഒരു ട്രാജഡി പോലെ പക്ഷെ ഞങ്ങളത് നല്ല ഒരു മനസ്സിൻ്റെ ബലമൊക്കെ ഉള്ളതുകൊണ്ടും ആത്മീയമായിട്ട് ഞങ്ങളെ കൈപ്പിടിച്ച് നടത്താൻ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ നല്ല രീതിയിൽ അതിനെ എടുത്തു. ഈശോയുടെ അടുത്താണെന്ന് വിശ്വസിക്കുന്നു.
വർഷമായി പോയിട്ട്. അവന് ജനിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എന്താ പറയാ, നല്ലൊരു സന്തോഷമായിരുന്നു. അതിനുപരി നമുക്ക് ഫിനാൻഷ്യലി നല്ലൊരു, അത് എല്ലാ മക്കളും ജനിച്ചപ്പോഴും അങ്ങനെയായിരുന്നു. 4ാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ്, ക്ലർക്കായിരുന്നു അദ്ദേഹം. 4ാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ് പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ഒരു അവൻ മറ്റുള്ളവർ പെരുമാറാൻ നല്ല ഇങ്ങനെ ഇപ്പൊ വഴിയിലൊക്കെ പോണ ആൾക്കാരുടെ ഒക്കെ അങ്ങോട്ട് വിളിച്ച് വർത്താനം പറയായിരുന്നു. അവന്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു എല്ലാവരോടും ഇടപഴകാനുള്ളൊരു കഴിവ്. അവന്റെ ഫ്യൂണറൽ സമയത്ത് ഈ നാട്ടുകാർ വന്നിരുന്നതിൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ അമ്മമാര് അപ്പന്മാര് വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാത്ത പലരും വന്നു. എല്ലാവരോടും വർത്താനം പറയും. അപ്പാപ്പ അമ്മമ്മേ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ പോകുന്നവരും വരുന്നവരും എല്ലാവരോടും അവൻ ഭയങ്കരമായിട്ട് വർത്താനം പറയും. അവൻ്റെ അടുത്ത് കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവനങ്ങനെ പെട്ടെന്ന് മറക്കണ കുട്ടിയല്ല. എല്ലാവരോടും ഭയങ്കര ഇങ്ങനെ, പക്ഷെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് കളിക്കണ കുട്ടിയല്ല. അങ്ങനെ എന്താ പറയാ, ഒരു ചിത്രശലഭത്തിനെ പോലെ എപ്പോഴും ഇങ്ങനെ പാറി പാറി നടക്കണം. അവന്റെ ബർത്ത്ഡേ ഫെബ്രുവരി 25-ാം തീയതിയാണ് 2018. അവൻ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റിയത്. ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ വീട് വയ്ക്കുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ചും കൂടെ നല്ല ഒരു നമുക്ക് സന്തോഷവും എല്ലാ കാര്യം കൊണ്ടും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടായ ഒരു സമയമായിരുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് വിളിക്കാനായിരിക്കാം ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. 5ാമത്തെ ആള് അഷ്റോൺ. അവൻ്റെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4ാമത്തെ ഹാരോൺ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതല്ല, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആൾക്ക് വർക്ക് അറ്റ് ഹോം ആയിരുന്നു. അപ്പോൾ 5ാമത്തെ ഞങ്ങൾക്ക് ആൺകുട്ടീനെ തന്നെ ദൈവം തന്നു. പക്ഷെ അന്ന് ഒരു ചെറിയ വിഷമം മനസ്സിൽ ഉണ്ടായിരുന്നപ്പോഴും മനസ്സിൽ ആരോ പറഞ്ഞു, എന്തായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലല്ലോ, അപ്പൊ എന്തെങ്കിലും നന്മയ്ക്കായിരിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു, അങ്ങനെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ മകന്റെ മരണശേഷമാണ് സത്യം പറഞ്ഞ എനിക്ക് അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്നൊന്ന് റിക്കവറായി ഇവിടം വരെ ഇരിക്കാൻ പറ്റിയത് തന്നെ. ചെറിയ കുറുമ്പൊക്കെ ഉണ്ട്. ഞാൻ 5ാമത്തെ ആളായതുകൊണ്ടും പിന്നെ ചേച്ചിമാരുടെ ഒക്കെ പനോമന ആയതുകൊണ്ടും അത്യാവശ്യം ചെറിയ കുറുമ്പുകളുണ്ട്. എന്നാൽ ആള് അങ്ങനെ ഭയങ്കര വികൃതിയൊന്നല്ല. ഇപ്പം 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അംഗനവാടിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യം കൊണ്ടും ടീച്ചർമാർക്കും കൂടെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇതുപോലെ നല്ല ഇഷ്ടമാണ്. അവനെ എപ്പോഴും കളിക്കണം, ഞങ്ങളെപ്പോഴും കൂടെ വേണം, ചേച്ചിമാരെപ്പോഴും കൂടെ വേണം. അപ്പം അങ്ങനെയാണ്, എപ്പോഴും കൂടെ ഒരാൾ വേണം എന്നുള്ളൊരു രീതിയാണ് അവന്. കൂടെ ഇല്ലാതെ അവൻ ഒരു മിനിറ്റ് ഇരിക്കില്ല. ഞങ്ങളുടെ വിവാഹം ആലോചിച്ച സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു തീരുമാനത്തിലെത്തിയത് തന്നെ ഞങ്ങൾക്ക് 6 മക്കൾ വേണമെന്നായിരുന്നു. അപ്പോൾ അതൊരു ദൈവികമായ കാഴ്ചപ്പാട് നേരത്തെ കൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ആദ്യമേ തന്നെ ഒരു തോന്നൽ ഉണ്ടായിരുന്നത്. ഞങ്ങളത് സംസാരിക്കുകയും ചെയ്തു, കല്യാണത്തിന് മുമ്പേ തന്നെ സംസാരിച്ചിരുന്നു. അവളും ഓക്കെ ആയിരുന്നു. പിന്നെ ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് 5ാമത്തെ കുട്ടീനെ ഞങ്ങൾ നിർത്തേണ്ടി വന്നതാണ്. ചില ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൂടുതൽ മക്കള്, പിന്നെ അപ്പൊ അവരുടെ സന്തോഷവും അവരുടെ ഷെയറിങ്ങും കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ചത് നമ്മുടെ മറിയം ത്രേസ്യ കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ ഒപ്പിയിലൊക്കെ ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് നിന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പേഷ്യൻസിനോട് ഇടപെടുന്ന ഒരു രീതിയും പിന്നെ അദ്ദേഹത്തിനും അന്ന് ഇങ്ങനെ ജീസസ് യൂത്തിൽ ഞാൻ ഇൻവോൾവ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പം അന്ന് ഇതുപോലെ പ്രോ ലൈഫാണല്ലോ അദ്ദേഹം. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഉള്ളത് നല്ലതാണെന്നൊക്കെ അങ്ങനെ കേട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം നിശ്ചയിച്ച സമയത്ത് ഞങ്ങൾ ഇതുപോലെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഓക്കെ ആയിരുന്നു. അപ്പോൾ 2 പേരും കൂടി തീരുമാനിച്ചു നമുക്ക് 6 കുഞ്ഞുങ്ങളെ വേണം. പൈസ മക്കള് കൂടുതലാവണേനൊരു ബുദ്ധിമുട്ടായി വരാറില്ല. കാരണം എനിക്ക് ബാങ്കിലാണ് ജോലിയെങ്കിലും ഒന്നും ഇല്ലായ്മയെന്നാണ് ഒരു ജോലി കിട്ടി ഒരു വീട് വെച്ച് പയ്യാണ് ദൈവം എല്ലാം തരുന്നതും നമുക്ക് മുന്നോട്ടുള്ള ഇത് വരുന്നത്. ഞങ്ങൾ പല ദമ്പതിമാരെ കാണാറുണ്ട്, കുറേ മക്കളുള്ളവർ, കൃഷിക്കാർ, ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് വരെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആളുകളെ കാണാറുണ്ട്.
അവരെല്ലാം നല്ല സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടുള്ളത്. അത്ര വലിയൊരു പൈസ വേണമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എനിക്കും അദ്ദേഹം പറഞ്ഞ തന്നെയാണ് താല്പര്യം. കാരണം ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അതിന് എക്സാമ്പിൾ. കാരണം അദ്ദേഹത്തിന് ജോലി ബാങ്കിലാണ് എന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കങ്ങനെ കുട്ടികൾ ജനിക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ബാങ്ക് ബാലൻസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്നാലും മുന്നോട്ട് പോയി. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആരോടും കടം ചോദിക്കണ്ടോ അങ്ങനെയൊന്നും ഒരു അവസ്ഥ ദൈവം സഹായിച്ച് വന്നിട്ടില്ല ഇതുവരെ. അന്ന് എനിക്കും ജോലി ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് മാത്രമായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. എന്നാൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തരുന്ന സമയത്ത് കൈനീട്ടി സ്വീകരിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം അതിനോടൊപ്പം ദൈവം കൂട്ടിത്തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ സമ്മാനമാണല്ലോ മക്കള്. അപ്പം ആ സമ്മാനം തരുമ്പോ എന്തായാലും ആ സമ്മാനം പ്രീഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിന് കൂടെയുള്ളതും ദൈവം തരും. അവർക്ക് വേണ്ടിയുള്ളതും നമ്മളെ കയ്യിൽ ഏൽപ്പിക്കും. നമ്മൾ അതിനു വേണ്ടി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ മക്കളെ തരുമ്പോഴും അവർക്കുള്ളതും കൂടി ദൈവം നമുക്ക് കരുതി വെച്ചിട്ടേ നമുക്ക് തരുള്ളൂ. മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോൾ നമ്മള് കുറച്ച് എന്താ പറയാ കുറച്ച് ബാക്കായിട്ടായിരിക്കാം. പക്ഷെ പ്രസൻസിൽ അവർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, വെറുതെ കുട്ടികൾ അങ്ങനെ കുറെ പേരുണ്ടായിട്ട് എന്താ കാര്യം, അവരെ പഠിപ്പിക്കാൻ പൈസ വേണ്ടേ, നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണ്ടേ, ഇപ്പൊ ഒരാളെ തന്നെ പഠിപ്പിക്കാൻ എന്താ ചെലവ്, അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും നമ്മൾ പലയിടത്തുനിന്ന് കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അന്നും ഇന്നും ഞാൻ പറയണത് നമ്മള് എന്താ പറയാ അങ്ങനെ വലിയ അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസവും കാര്യങ്ങളും ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് വളർത്താം. നമുക്കങ്ങനെ കുട്ടികൾ കൂടുതലായതുകൊണ്ട് അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു ആവശ്യത്തിന് മുടക്കം വരുത്താൻ ദൈവം ഞങ്ങളെ ഇടവരുത്തിയിട്ടില്ല. അതോടൊപ്പം അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്താൻ ദൈവം നമുക്ക് സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും എല്ലാം കൊണ്ടും നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും 7:30 മണി കുരിശുമണി കൊട്ടുന്ന സമയത്ത് തന്നെ പരമാവധി എല്ലാവരും കൂടെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്ങാനും ഒരിത്തിരി വൈകിയാൽ പോലും പാട്ടും ഒക്കെ ആയിട്ട് ഒരാൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനോടൊപ്പം ഇരുന്ന് ഇപ്പം താഴെയുള്ള മോനായിരുന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ അവനും അതിൽ ഇരിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് തന്നെ അവർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൊന്തയൊക്കെ എത്തിക്കുമ്പോൾ പല രീതിയിൽ അവർ ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവോ എന്നറിയില്ല. പക്ഷെ ഞങ്ങൾക്കത് വളരെ സന്തോഷമായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കാം വരണത്. ചില സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല, ചില ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ട് വരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പേഴ്സണൽ പ്രയറായിട്ടും ഒപ്പം ഇടയിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ പല രീതിയിലും അത് മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ ദമ്പതികൾ ഉള്ള പ്രാർത്ഥനയും നൈറ്റ് പ്രയറും അങ്ങനെ എല്ലാം, അത് ബൈബിൾ വായനയും എല്ലാമായിട്ട് അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മതബോധനം പഠിക്കുന്നത് 3 കുട്ടികളാണ്. പെൺകുട്ടികൾ 3 പേരാണ്. അവരും സൺഡേസ് ഇതുവരെ അങ്ങനെ മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുടങ്ങിയിട്ടില്ല. ഈ വർഷം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുടക്കേണ്ടി വന്നു, വേളാങ്കണ്ണി പോയതുകൊണ്ട്. എല്ലാത്തിലും ആക്റ്റീവാണ്. ക്ലാസ്സിൽ ഇപ്പം നോറയായാലും എസ്രയായാലും എല്ലാവരും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് 3 പേരും പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറയും. ഇപ്പം കുട്ടികളോട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞു വരാണെങ്കിൽ എല്ലാവരും 3 പേരും പങ്കെടുക്കണം. പിന്നെ 5ാമത്തെ മോനെ വിട്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അടുത്ത വർഷം തുടങ്ങി ബൈബിൾ നഴ്സറിയിൽ ഇരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്.
നല്ല സ്നേഹമാണ്, നല്ല കെയറിങ് ആണ്. ആള് കുറച്ചും കൂടി ക്ഷമയുള്ള ആളാണ്. എല്ലാ കാര്യങ്ങൾക്കും അവളുടേതായ അഭിപ്രായമുണ്ട്. ജോലി കഴിഞ്ഞ ഫാമിലി അതൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ല കെയറിങ് ആണ്. ഞാനും മമ്മിയും ഡാഡിയും ഞങ്ങൾ ഫാമിലി ഒരുമിച്ചാണ് പോയത്. ജസ്റ്റ് കാഷ്വൽ ആയിട്ട് വർത്താനം പറഞ്ഞു, ചിരിച്ചു, അങ്ങനെ കഴിഞ്ഞു പോയി. ബ്ലൂ കളറായിരുന്നു തോന്നുന്നു, ഡാർക്ക് ബ്ലൂ കളറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്നെ കണ്ടപ്പോ കുഴപ്പമില്ല, ഇഷ്ടമായെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പിണക്കങ്ങൾ അങ്ങനെ നീണ്ടു നിൽക്കാറില്ല. ഞങ്ങൾ അങ്ങനെ അധികം സമയമൊന്നും അങ്ങനെ പിണങ്ങി മിണ്ടാതിരിക്കാറില്ല. ഞങ്ങളുടെ മുഖം വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കളുകള് സമ്മതിക്കില്ല. എന്റെ മനസ്സ് ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളായിരിക്കും ആദ്യം വിളിച്ച് സോറി പറയാ. അതല്ല, ഇപ്പൊ എനിക്ക് കുറ്റബോധം തോന്നാണ്, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ വിളിക്കും. എൻ്റെ മനസ്സ് തുറന്ന് ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നാറുള്ളത് എൻ്റെ പേഴ്സണൽ പ്രയർ ടൈമിലാണ്. നമ്മള് മനസ്സിൽ എന്താ പ്രാർത്ഥിച്ച് നമ്മൾ ബൈബിൾ തുറന്നാലും ആ കറക്റ്റ് ആയിട്ടുള്ള വചനം നമുക്ക് ഈശോ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മകന്റെ മരണ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി, ഇതിൽ നിന്നൊക്കെ കുറച്ച് അകന്നു പോയായിരുന്നു. ആ ഒരു പെട്ടെന്നൊരു സ്ട്രഗിൾ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആയി, പ്രാർത്ഥനയിൽ നിന്നും ആത്മീയതയിൽ നിന്നും കുറച്ച് ഡൗൺ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നത് ഒരു ജീസസ് യൂത്ത് ഫാമിലി തന്നെയായിരുന്നു. അപ്പം അവരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ബൈബിൾ വായിക്കാനും ധ്യാനത്തിന് പോകാനും. അങ്ങനെ ആ സമയത്ത് നമ്മൾ ധ്യാനത്തിനൊക്കെ പോയി, കൗൺസിലിംഗ് ഒക്കെ കിട്ടി. ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ, ചിലപ്പോൾ ചോദ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥനകളാവണമെന്നില്ല, നമുക്ക് എന്താണ് ഒരു ചോദ്യങ്ങൾ. അപ്പൊ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് ഈശോ തരും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചേക്കണേ. കാരണം ഞാനൊക്കെ നിസ്സാരമായിട്ട് മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ തന്നെ നമുക്കത് കിട്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മളിങ്ങനെ വിചാരിക്കണതൊക്കെ ഈശോയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റാവോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഈശോയോട് നമ്മൾ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ചിന്തകൾ പോലെ ആള് നമുക്ക് സാധിച്ചു തരുന്നുണ്ട്. ഞങ്ങള് വിവാഹം കഴിഞ്ഞപ്പോ ഞങ്ങൾ അമ്മയും എല്ലാവരും ഒരുമിച്ചായിരുന്നു. ആ സമയത്തും നമുക്ക് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടികളായിട്ടായാലും അപ്പാപ്പനും അമ്മാമ്മയായിട്ടുള്ള കളികളും, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒന്ന് മാറി നിൽക്കണമെങ്കിൽ അവരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്കൊരു സ്ഥല പരിമിതിയുടെ ഇത് കൊണ്ടാണ്, നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് അവിടെ അത്ര സൗകര്യം പോരായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയത്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ജീവിക്കാനായിട്ട്, പക്ഷെ ഇന്നത്തെ സാഹചര്യം പലപ്പോഴും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊരു അപ്പച്ചൻ ഇല്ല. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഒരു അപ്പനോട് സംസാരിക്കണ പോലെയാണ് ഈശോയോട് സംസാരിക്കാറുള്ളത്. കുറച്ചു നേരം നമ്മൾ ഈശോയുടെ അടുത്ത് പോയിരുന്ന് നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ സ്വാഭാവിക നമുക്ക് കേൾക്കാൻ പറ്റും ഈശോ നമ്മളോട് എന്താണ് പറയണേ. യൗവനത്തിലെ മക്കളാണ് എപ്പോഴും അപ്പനമ്മമാർക്കായാലും സമൂഹത്തിനായാലും ഉപകാരപ്പെടുക. അപ്പോൾ എത്രയും പെട്ടെന്ന് വിവാഹാന്തസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് ആ ഒരു സമയത്ത് തന്നിട്ടുണ്ടാവും. നമുക്ക് ഇന്നൊരു ഏജിലായിരിക്കും വിവാഹം, അങ്ങനെയൊക്കെ ഒരു ഇത് നമുക്ക് ഉണ്ടെങ്കിൽ ദൈവവിളിക്ക് അനുസരിച്ച് നീങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയത്ത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും നമുക്ക് ദൈവം തരുന്ന സമയത്ത് തന്നെ സ്വീകരിക്കാം. നമ്മളായിട്ട് നീട്ടിക്കൊണ്ട് പോവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ജീവിതാന്തസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്ഥിരമായ വരുമാനമോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു തൊഴിലോ നിർബന്ധമായും വേണമെന്നാണ്. പക്ഷെ നമ്മൾ ഒരുങ്ങേണ്ടത് അതിനു മുമ്പേ നമ്മൾ ഒരുങ്ങണം. കാരണം എന്നാലാണ് നമുക്ക് ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് അന്തസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. യാത്ര പോവാന്ന് പറഞ്ഞാൽ പിള്ളേർ ഹാപ്പിയാണ്, പിന്നെ ഫാമിലി ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനൊരു സമയം എല്ലാം ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാത്ത ഏതെങ്കിലും പള്ളികളിലോ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിംഗ് മോളിലായിരിക്കാം. അങ്ങനെ കൃത്യമായിട്ടൊരു ഏരിയ ഇല്ലാന്ന് നമുക്ക് ഒരു ഇന്നത് തോന്നാണ്, ഒരു ആഗ്രഹം തോന്നാണ്, അങ്ങോട്ട് പോകും. എനിക്ക് ആള് ഹെൽപ്പ് ചെയ്തത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഉറക്കം ശരിയാവില്ല. ഒന്നാമത്തെ പ്രശ്നം ഉറക്കം ഭയങ്കര സ്ട്രഗിൾ വരും. അപ്പം രാവിലെ മറ്റു കുട്ടികളെ നമുക്ക് സ്കൂളിലേക്ക് വിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് കുട്ടികളെ കുളിപ്പിക്കുന്നതും അവർക്ക് യൂണിഫോം എടുത്തു കൊടുക്കുന്നതും ഒക്കെ ആള് ചെയ്യുമായിരുന്നു. ഞാനിപ്പോ അങ്ങനെ ഒരു കാര്യം എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. അകം വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ എനിക്ക് അടിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി ഇടും. തുണികൾ അലക്കി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ കൈയോടെ മടക്കും. അപ്പൊ തന്നെ പറയുകയും ചെയ്തത് എത്ര നേരമായിട്ട് ചെയ്യാൻ നിന്ന് അവരെയും കൂടെ അതിൽ കൂട്ടും.
ഫുഡ് കൊടുക്കുന്നത് ആള് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് കിച്ചണിലെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഞ്ഞിനെ നോക്കാം. പാത്രം കഴുകാതെ കിടക്കുമ്പോൾ അതും ചെയ്യാറുണ്ട്. തുണി അലക്കി അങ്ങനെ മെഷീനിൽ കിടക്കുകയാണെങ്കിൽ അതെടുത്ത് വിരിച്ചിടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കുറച്ച് സമയമൊക്കെ ഞാൻ വല്ലാതെ വാശി പിടിക്കുകയാണെങ്കിൽ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ആള് കുറച്ചു നേരമൊക്കെ എടുത്തോണ്ട് നടക്കും. എന്ന് മുതൽ നമുക്ക് അങ്ങനെ ഒരാൾക്ക് പ്രത്യേക പണി അങ്ങനെ ഒന്നും നമുക്ക് മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഇപ്പോ ഇളയ കുട്ടി അംഗനവാടി പോകുന്നത് കൊണ്ട് പകൽ ഒരുവിധം ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും പോട്ടാശ്രമം നമുക്ക് ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് മിക്ക ദിവസങ്ങളിലും പോവാറുണ്ട്. അവിടെ ചെന്ന് വചനം കേൾക്കും, ആരാധന കൂടും, കുമ്പസാരിക്കും. ഇപ്പം ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പറ്റും. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്ന ആളാണ്. വയ്യാത്തവരെ ഇടയ്ക്ക് കാണാറുണ്ട്, അവരെയും സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഓഫീസിൽ കുറച്ച് പേരൊക്കെ വരാറുണ്ട്, അവരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ലോകത്ത് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും, അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ഒരു യുഗം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ഇല്ലാതെ പറ്റില്ല. മക്കൾക്കും ഇന്ന് പഠിക്കണമെങ്കിൽ അത് ഇല്ലാതെ ഇന്ന് പഠിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനും കൂടിയാണ്. കാരണം ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നുള്ള കുറേ ആശയങ്ങൾ എടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അനുവദിക്കാറുണ്ട്. തീർത്തും അവരോട് അത് ഉപയോഗിക്കരുത്, അത് അന്യമാണ് അങ്ങനെ പറയാറില്ല. നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് സ്ക്രോൾ ചെയ്ത് അത് ഞങ്ങൾ അനുവദിക്കാറില്ല നോർമലി. എൻ്റെ ഫോണിലാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പം യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഫോണാണ് അവർ കൂടുതൽ യൂസ് ചെയ്യാറ്. ആളുടെ ഫോൺ അങ്ങനെ കിട്ടാറില്ല. കാരണം ലേറ്റ് ആയിട്ടാണ് വരുന്നത്, പിന്നെ നേരത്തെ പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എൻ്റെ ഫോണാണ് കുട്ടികൾക്ക് പഠിക്കാനായാലും എല്ലാത്തിനും കൊടുക്കുന്നത്. അപ്പം നമുക്ക് യൂട്യൂബ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ പാഠ്യേതര വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് നോക്കിയെടുക്കേണ്ടൊക്കെ വരാറുണ്ട്. ഞാൻ എപ്പോഴും സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുക്കാറുണ്ട്. ഇപ്പോൾ ജോബിനോട് സംബന്ധിച്ച കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിനായാലും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അറിയേണ്ട ന്യൂസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും പിരിമുറുക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. പക്ഷേ എന്ന് വെച്ചിട്ട് അത് തന്നെ ഒരു ഇതായിട്ട് എടുക്കാറില്ല. ഞാനും റീൽസ് കാണല് അങ്ങനെയല്ല, ടോക്ക് കേൾക്കാറുണ്ട്. ഫാദർ ഡാനിയൽ പൂർണ്ണ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട്. അപ്പം അത് നമ്മൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് പിള്ളേരും അത് ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കാറുണ്ട്. പിന്നെ അങ്ങനെ റീൽസ് കാണലും ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി, ഡാൻസ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണും. അപ്പോൾ ആളുടെയിലേക്ക് അത് ഷെയർ ചെയ്തിടും. അത് കഴിഞ്ഞ് അത് മാത്രം ഞങ്ങൾ ഇരുത്തി പഠിപ്പിക്കും. അങ്ങനെ, അതല്ലാതെ നമ്മൾ അങ്ങനെ ഇരുന്ന് സമയം കളയാനായിട്ട് അങ്ങനെ ഞങ്ങള് ഫങ്ഷൻസിലോ അല്ലെങ്കിൽ ക്രിസ്തീയമായ എന്ത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും നമുക്ക് നല്ലൊരു മനസ്സിന് വളരെ സന്തോഷവും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെ സ്കൂളുകളിൽ ചെല്ലുമ്പോഴായാലും അവിടെ നിന്നുള്ള സ്വീകാര്യതയൊക്കെ നമുക്ക് വളരെ കൂടുതലാണ്. ഞങ്ങൾ വളരെയധികം അതിന് സന്തോഷം ഉണ്ട് നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ രോഗങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെയും അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം വൈറൽ ഫീവറും അതുപോലെ തന്നെ സ്റ്റൊമക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവർക്കും അത് ഇൻഫെക്റ്റ് ചെയ്തിരുന്നു. ഒരു 10 ദിവസത്തോളം ഒരു ഫാമിലി മൊത്തം ഹോസ്പിറ്റലൈസ്ഡായി. അങ്ങനെ അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് എടുക്കണം. ഞങ്ങൾ അവിടെ തീവണ്ടി ഓടിച്ച് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു വലിയ റൂം എടുത്തു. അവസാനം ഒരു 4-5 ദിവസം വലിയ റൂമിലേക്ക് എല്ലാവരും കൂടെ ഷിഫ്റ്റായി. ഇതെല്ലാവരുടെയും ഒന്ന് സെറ്റിലായിപ്പോഴേ പിന്നെ അവിടെ കളി ഇതുപോലെ തന്നെ. അപ്പോൾ അത് കുറച്ചും കൂടെ അടുക്കാനായിട്ട്, കാരണം ഒട്ടും സമയമില്ലാണ്ടിരിക്കുന്ന ഓരോ സമയങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചില സമയത്ത് ഞാൻ വിചാരിക്കും ലീവ് കിട്ടാൻ പോലും ഇത് ചിലപ്പോൾ ഒരു അനുഗ്രഹമായിട്ട് വരാറുണ്ട്. ഇപ്പം നമുക്ക് കുട്ടികളെ ഇപ്പം പള്ളിയിലായാലും സ്കൂളിലായാലും നമുക്ക് ഇങ്ങനെ സമ്മാനങ്ങൾക്കൊക്കെ പേര് വിളിക്കുമ്പോഴേ, ഇപ്പം സാറാ നിക്സൺ,
നോറ നിക്സൺ, എസ്ര നിക്സൺ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമാണ്. കാരണം എല്ലാ പ്രോഗ്രാമുകളും വെച്ചാൽ പങ്കെടുക്കുന്ന എല്ലാത്തിലും അവർ സമ്മാനങ്ങൾ മേടിക്കാറുണ്ട്, പഠനത്തിനായാലും എല്ലാത്തിലും. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ മക്കളുടെ പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൂമെന്റ്സ് ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആരെങ്കിലും വയ്യാണ്ടായാൽ തന്നെ നമുക്ക് എല്ലാ കെയറും അവർ ചെയ്തു തരും. ധ്യാനങ്ങള് ഞങ്ങൾ അങ്ങനെ വർഷത്തില് അങ്ങനെ നോക്കാറില്ല. സമയം കിട്ടുമ്പോൾ ധ്യാനത്തിന് പോവാന്നുള്ളൊരു രീതിയാണ്. ഇപ്പൊ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ പോവും, അവൾക്ക് പറ്റുന്ന സമയത്ത് അവള് പോവും, ഒരുമിച്ച് പറ്റുന്ന സമയത്ത് ഒരുമിച്ച് പോവും. അങ്ങനെ അതിന് വേണ്ടി ഒരു വർഷത്തിലൊന്ന് അങ്ങനെയല്ല. നമുക്ക് മെന്റലി അങ്ങനെ ഒരു ഇത് തോന്നാണ്, ഒരു ധ്യാനത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ പോവാണ്. അപ്പോൾ അമ്മമാര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ മമ്മിയായാലും അല്ലെങ്കിൽ അവളുടെ അമ്മയായാലും കുട്ടികളെ നോക്കാനായാലും നമ്മുടെ കൂടെ നിൽക്കാനായാലും ഒക്കെ വരും. ഇനി ഇതൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ കുട്ടികളടക്കം കൊണ്ടുപോകും നമ്മൾ. അപ്പോൾ അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ അതുപോലെ ജീസസ് യൂത്തിലുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിലും വളരെ ആക്റ്റീവായിട്ട് നമ്മളെപ്പോഴും പോകാനും മക്കളെയും കൂടെ എല്ലാവരും കൂടിയിട്ട് പോവുക. ഈവൻ നമ്മുടെ ഇവിടെ കുടുംബ സമ്മേളനത്തിന് പോലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളൊക്കെ വെച്ചിട്ടാണ് പലയിടത്തും വരാൻ. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ പലപ്പോഴും ഒരുമിച്ച് കുടുംബമായിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇതുകൾ ഇവർക്ക് ഇവിടുന്ന് ഇപ്പോൾ സ്കൂളിലൊരു കാര്യത്തിന് വിളിച്ചാൽ ഞങ്ങൾ പരമാവധി ഫാമിലി ആയിട്ട് തന്നെ പോവും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും നമ്മൾ ഈ ആത്മീയമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് വേണ്ട മുൻകരുതലുകൾ മനഃപൂർവ്വമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ വിവാഹം എന്നൊരു കൂദാശയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ചാവട്ടെ, സെറ്റിലാവട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പരമാവധി എല്ലാവരും ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ വിവാഹം എന്ന കൂദാശയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് തന്നെ മക്കള് ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും പെരുകണം എന്നുള്ള ഒരു ആശയത്തോടു കൂടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ഭൗതികമായ മറ്റു കാര്യങ്ങളൊന്നും ഒരു തടസ്സമാവരുത് എന്നുള്ളത് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മള് ദൈവം തരണ സമയത്ത് സ്വീകരിക്കുക, അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം ദൈവം തരും. ദൈവം നമുക്ക് അങ്ങനെ നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് നാശത്തിലേക്കല്ലല്ലോ. അപ്പൊ ഫിനാൻഷ്യലി നമുക്ക് ഒന്നും തരാണ്ട് കുട്ടികളെ മാത്രം തരുന്ന ഒരാളല്ല ദൈവം. അപ്പൊ മക്കളെ തരുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തായാലും അനുഗ്രഹങ്ങളും ഉണ്ടാവും.